നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ കൊട്ടിക്കലാശം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. പൊതുതെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം സംസ്ഥാനത്ത് നാളെ സമാപിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള 39 ദിവസത്തെ പ്രചാരണത്തിന് ശേഷം കേരളം വെള്ളിയാഴ്ച വിധിയെഴുതും. കൊട്ടിക്കലാശം ആവേശത്തിലാക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. അണമുറിയാതെ ആരോപണങ്ങളും വിവാദങ്ങളും നിഴലിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ കൊട്ടിക്കലാശത്തിലേക്കെത്തുന്നു. തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി രാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള തെരഞ്ഞെടുപ്പെന്ന്. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് ഇനിയൊരു ഊഴം കൂടി ലഭിച്ചാൽ അത് രാഷ്ട്രത്തിന് തന്നെ വലിയ അപകടമുണ്ടാക്കും എന്ന തിരിച്ചറിവാണ് ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ കർശന സമദൂര നിലപാടെന്ന് NSS പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികളെ നോക്കി സമുദായാംഗങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഭരണഘടനയെ സംരക്ഷിക്കുന്ന ഭരണാധികാരി വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ഓരോ ഇലക്ഷനും വിഷയാധിഷ്ഠിതമാണ്. ഇന്നത്തെ ഈ ഇലക്ഷനിൽ ദേശീയ വിഷയമാണ്. അത് നമ്മുടെ ഒരു ദേശീയ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് എങ്ങനെ ആയിരിക്കണം എന്നാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത്. അതിനുള്ള അധികാരമാണ് ജനങ്ങൾക്കുള്ളത്. ആ അധികാരം അവർ പ്രയോഗിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ എന്നാൽ LDFനും UDFനും ഒരു കണ്ണ് മാത്രമെന്ന് K. സുരേന്ദ്രൻ ആരോപിച്ചു. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ LDFനും UDFനും ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. അവർ രണ്ട് കണ്ണും തുറന്ന് കാണുന്നേയില്ല. പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ വ്യാപകമായ ഇരട്ടത്താപ്പും വഞ്ചനയുമാണ് കാണിക്കുന്നത്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇടപെടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. 24 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി PV അൻവർ MLA. നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളയാളാണോ രാഹുൽ ഗാന്ധി എന്ന് സംശയമുണ്ടെന്നും DNA പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണമെന്നും PV അൻവർ. LDF എടത്തനാട്ടുകര ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിവാദ പരാമർശം. അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. PV അൻവറിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തി. നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ തിരിക്കുകയാണ്. മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ A. വിജയരാഘവന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് LDF ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് PV അൻവറിന്റെ അധിക്ഷേപ പരാമർശം. നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ കേസെടുക്കണമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ആവശ്യപ്പെട്ടു. അൻവറിനെ കയറൂരി വിടുന്നത് മുഖ്യമന്ത്രിയാണെന്ന K. മുരളീധരനും KC വേണുഗോപാലും തുറന്നടിച്ചു. ശ്രീപെരുമ്പത്തൂരിന്റെ മണ്ണിൽ പെടഞ്ഞു മരിച്ച് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന നേതാവ്, ലോകം മുഴുവൻ ആരാധിക്കുന്ന നേതാവിനെയാണ് ഒരു മാർക്സിസ്റ്റ് MLA അധിക്ഷേപിച്ചിരിക്കുന്നത്. അൻവർ മാത്രമല്ല, ഇടതുപക്ഷം ഇത്രയും വൾഗറായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആദ്യമായിട്ട് ഞാൻ ഇത് കമ്മ്യൂണിസത്തിന്റെ അവസാനത്തെ പോക്കാണ്. അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ MLA. ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. മതേതരത്വത്തോടൊപ്പം എല്ലാ ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം. PV അൻവർ MLA ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരായ PV അൻവറിന്റെ അധിക്ഷേപ പരാമർശം AM ആരിഫ് തള്ളി. രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും മനസ്സിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാമോ എന്നും AM ആരിഫ് ചോദിച്ചു. നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള വിമർശനങ്ങളെ പാടുള്ളൂ. നമ്മൾ ആൾക്കാരെ വ്യക്തിപരമായി
അധിക്ഷേപിക്കാനൊന്നും പാടില്ല. കാര്യം വെച്ചാൽ പേരിന്റെ കൂടെ ഉള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു ആവശ്യമില്ലാത്ത ഇന്റർപ്രിട്ടേഷൻ വരും. അൻവറിനെ തള്ളാൻ പക്ഷേ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ തയ്യാറായില്ല. പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് വിജയരാഘവൻ ഒഴിഞ്ഞുമാറി. രാഹുൽ ഗാന്ധിക്കെതിരായ അൻവർ MLA-യുടെ അധിക്ഷേപ പരാമർശം അവസാന ലാപ്പിൽ ചർച്ചാ വിഷയമാക്കാൻ തന്നെയാണ് UDF തീരുമാനം. ഒഴിവാക്കാമായിരുന്ന വിവാദമെന്നാണ് ഇടത് ക്യാമ്പിലെ സംസാരം. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. രാഹുൽ ഗാന്ധിക്കെതിരായ PV അൻവർ MLA-യുടെ അധിക്ഷേപം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJPയെ പ്രീതിപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധിയെ അപമാനിക്കുന്നത്. ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും VD സതീശൻ പറഞ്ഞു. PV അൻവർ MLA രാഹുൽ ഗാന്ധിക്കെതിരായി അത്യന്തം ഹീനമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറയുമെന്ന്. പക്ഷേ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് PV അൻവർ ഇത്തരം മോശമായൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാകുന്നു. BJPയുമായി ഉണ്ടാക്കിയ ഒരു ധാരണയുടെ ഭാഗമാണ്. BJPയെ ഭയന്നാണ് പിണറായി വിജയൻ ജീവിക്കുന്നത്. പേടിച്ചു ഭരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി എന്നുള്ള പദത്തിന് അടിവരയിടുന്ന സംഭവമാണ് ഇന്നുണ്ടായത്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കൊപ്പം KR ഗോപികൃഷ്ണനുണ്ട്. മാത്രമല്ല സഹകരണ പ്രസ്ഥാനങ്ങളെ റിസർവ് ബാങ്കിൻ്റെ മണി പൈസ ക്രയവിക്രയമുണ്ടല്ലോ അതിൻ്റെ ആംബിറ്റിൽ കൊണ്ടുവരണം. കൊമ്പൊന്നും പാടില്ല. That's your promise. That's your promise. That is my target. I'll work up to that. ഈ ആദിവാസികളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങളൊരു അതിന് മുമ്പ് ഇത്രയും ഘോരം അവിടെ വാദിച്ച ആരുടെയെങ്കിലും ഒരു പേര് പറയൂ. പാർലമെന്റിൽ ശബ്ദിച്ചത് പൂരത്തിന് വേണ്ടി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആരാ അതിന് മുമ്പ് അവിടെ അത് അവതരിപ്പിച്ചിരിക്കുന്നത്? അപ്പം മെറിറ്റോറിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ എൻ്റെ ട്രഷറി ബെഞ്ചിനോട് എന്ത് ചോദ്യം ചോദിക്കാനാണ്? അത് ചോദിക്കാനാണ് നിങ്ങൾ കുത്തിത്തിരിപ്പുകാരെ വിട്ടിട്ടുള്ളത്. അവർ ചോദിക്കട്ടെ, അത്രയേ ഉള്ളൂ. സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി, ആ വാഗ്ദാനത്തെക്കുറിച്ച് മോദി അല്ലല്ല, അതൊക്കെ ഒരു പോളിറ്റിയുടെ ഭാഗമായിട്ട് ഒരു പാർലമെന്ററി പാർട്ടി ലീഡറിനെ തിരഞ്ഞെടുക്കും. അവരുടെ നിശ്ചയമാണ്. ഇത് ജനങ്ങളാണ് ആദ്യം പറഞ്ഞത്. നാടറിയുന്നവനെ തിരഞ്ഞെടുക്കണമെന്നല്ല പറഞ്ഞ, നാടിന് ഗുണമുള്ളവനെ തിരഞ്ഞെടുക്കുമെന്ന് ഞങ്ങളല്ല പറഞ്ഞ്. മതിലുകളിലൂടെ എഴുതിയത് നിങ്ങളുടെ ചാനലുകളാണ് കാണിച്ചത്. അതാരോ എഴുതട്ടെ. അതൊക്കെ ഇപ്പോൾ അത് ആരെ കൊണ്ട് എഴുതി എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ വരും. ഞാൻ അതിലൊന്നും പോകുന്നില്ല. അത് നാടിൻ്റെ ഹൃദയസ്പന്ദനമാണെങ്കിൽ ഇതും അത് തന്നെയാണ്. അത് വരും. അത് അവർ പറയും, ഇവരത് ഏറ്റെടുത്ത് പറയും. ഞാനിതുവരെ പറഞ്ഞില്ലല്ലോ. എനിക്ക് സിനിമ ഇനിയും ചെയ്യണം, 2 വർഷത്തേക്കെങ്കിലും ചെയ്യണമെന്നാണ് ഞാനിപ്പോഴും പറയുന്നത്. ഒരു MP ആയി ഇരുന്നു കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ പറഞ്ഞത് ഒരു അടിയൊഴുക്കുണ്ട്, ഒരു അന്തർധാരയുണ്ട് CPM-ഉം BJP-യും തമ്മിലെന്നാണ്. അങ്ങനെ ഒരു കളി തൃശ്ശൂരിൽ നടക്കുന്നുണ്ടെന്നാണ്. അല്ല, മുരളിച്ചേട്ടൻ അങ്ങനെ, ഞാൻ പേര് പറയില്ല സ്ഥാനാർത്ഥിയുടെ. മുരളിച്ചേട്ടൻ എന്ന് പറയുന്നത് ഞാൻ പണ്ടുപോലെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അത് ലീഡറെടുത്തായാലും ഞാൻ അങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളൂ. അതിനി ഒരിക്കലും മാറ്റത്തില്ല. അത് സഹോദര തുല്യമായ മോശപ്പെട്ട പെരുമാറ്റം ഉണ്ടായാലും അത് മാറ്റി ഞാൻ പറയത്തില്ല. മുരളിച്ചേട്ടന് CPM-ന്റെ ഘടനാപരമായ ഒരു സ്ട്രക്ചറുണ്ട്. അതിൻ്റെ ബലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വിശ്വാസം വേണ്ട, പക്ഷേ അദ്ദേഹം അവിശ്വസിക്കേണ്ടതില്ല. അത് CPM അല്ലേ, അവരുടെ കാര്യം അവർ പറഞ്ഞോളും. മുരളിച്ചേട്ടൻ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞാൽ പോരെ. സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം മനസ്സിലായി, പക്ഷേ ഈ ഇന്നസെന്റിനൊപ്പമുള്ള ചിത്രം ഫ്ലക്സ് ബോർഡായിട്ട് വന്നതൊരു വിവാദമായി. അത് ഇന്നസെന്റിനൊപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഫ്ലക്സ് ബോർഡ് വിവാദമായതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എങ്ങനെ ഒന്നും ഡിസൈൻ ചെയ്തത് എന്നെ കാണിച്ച് അപ്രൂവൽ വാങ്ങുക ഒന്നുമില്ല. വേറൊന്നല്ല, അത് ഞാൻ അറിയേണ്ട കാര്യമില്ല. അത് അവർ ചെയ്യും. അത് തെറ്റാണെന്ന് തോന്നിയാൽ അവർ പിൻവലിക്കും. അത്രേ ഉള്ളൂ. അനൗചിത്യം ഉണ്ടെന്ന് തോന്നിയോ? പിന്നെ എനിക്ക് തോന്നിയില്ല. ടൊവിനോ ആയിട്ടുള്ളതിൽ അനൗചിത്യമായിരുന്നു. ഇന്നസെന്റ് ഇടതുമുന്നണിക്കൊപ്പം നിന്നുകൊണ്ട് ടൊവിനോ ആയിട്ടുള്ളത് മന്ത്രിയായിരുന്ന ആളല്ലേ. സാങ്കേതികമായിട്ട് അങ്ങേര് കൂടുതൽ അറിയണ്ടേ. അത് ഫ്ലക്സ് ബോർഡ് ആയിരുന്നില്ല അല്ല. ഓ, അത് ശരി. കാസർഗോഡ് ചീമേനിയിലെ ഇരട്ട വോട്ട് പരാതിയിൽ നടപടി.
BLO M രവിയെ സസ്പെൻഡ് ചെയ്തു. ചെമ്പ്രക്കാനം സ്വദേശി MV ശില്പരാജാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. ക്രമക്കേട് വ്യക്തമാക്കുന്ന ഓഡിയോ സഹിതമായിരുന്നു പരാതി. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? വേണു, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ ചീമേനി 20-ാം നമ്പർ ബൂത്തിലെ BLO ആണ് M രവി. രവി ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ശബ്ദരേഖകൾ സഹിതമാണ് ചീമേനി ചെമ്പ്രക്കാനം സ്വദേശി MV ശില്പരാജ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. ശില്പരാജിന്റെ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി BLO ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഈ ഒരു സംഭാഷണം ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ ഭരണാധികാരിക്കുമൊക്കെ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അയാൾക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. വേണു, ശരി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്തെന്ന് നോക്കാം. കാണാം വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. വോട്ടോഗ്രാഫിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാണ് വികസന കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിനാണ് സ്ഥാനാർത്ഥികൾ ഊന്നൽ നൽകുന്നത്. ബുക്ക് അടിച്ചു കൊടുക്കാനൊന്നും ഞാനില്ല. ഈ തിരുവനന്തപുരത്തിൻ്റെ സമസ്ത പുരോഗതിക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി എല്ലാ ഏർപ്പാടും ഞാൻ കൂടി ഉണ്ടാവും. അതിൽ കേരള ഗവൺമെൻറ്റിയും കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടി എല്ലാം ഉണ്ടാവും. ഫസ്റ്റ് നമുക്കൊരു മെട്രോ വേണം. തിരുവനന്തപുരത്ത് യാത്രാ സൗകര്യം ഒരു വിഷയമാണ്. ആ മെട്രോൻ്റെ കാര്യം ആലോചിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് കിട്ടേണ്ട എയിംസിൻ്റെ ഹോസ്പിറ്റലുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി പരിശ്രമിക്കും. ഹൈക്കോടതി ബെഞ്ച് അതിൻ്റെ പിന്നാലെ പോകും. തിരുവനന്തപുരത്ത് സമഗ്ര വികസനത്തിന് ആവശ്യമായ എല്ലാ പരിപാടികളിലും ഞാൻ അവരെ കൂടത്തിനുണ്ടാവും, തർക്കമില്ല. 100,000 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലത് MP ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, ചിലത് 26-ൽ നമ്മുടെ ഭരണം കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിന് സഹകരണം ആവശ്യമുള്ള കാര്യങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ തിരുവനന്തപുരം കേരളത്തിന് തലസ്ഥാനമായിട്ട് നമ്മളെല്ലാവരും അഭിമാനമായി മാറി വരണം. ഞാൻ ആരംഭിച്ച പ്രവർത്തനം തുടരാനും വല്ല പുതിയ വിഷയങ്ങളും പ്രതിസന്ധികൾ വരുമ്പോൾ അതിലിടപെടാൻ ഞാൻ എപ്പോഴും നിൽക്കുന്നുണ്ട്. ജനങ്ങൾക്കറിയാം ഒരു MPയുടെ ചെയ്യാൻ സാധിക്കുന്ന സാധനങ്ങളുടെ അതീതമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ആത്മാർത്ഥത കാണിക്കുന്ന ഒരു സർക്കാർ ഇല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഞാൻ മെട്രോന് വേണ്ടി കുറേ വർഷങ്ങളായിട്ട് ഈ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഞാനാണ് ഈ KM ലോക്നാഥ് ബെഹ്റയോടൊപ്പം സമ്പർക്കം ചെയ്തിട്ട് എല്ലാ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗ് വിളിച്ചിട്ട് ജനങ്ങൾ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയൊക്കെ ആവശ്യപ്പെട്ടത്. ഇതാണ് കാര്യം. അതാണ് എൻ്റെ 5 കൊല്ലത്തിൻ്റെ ഒരു വാഗ്ദാനം. തിരുവനന്തപുരത്തെ എല്ലാ 7 SMD സെഗ്മെൻറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവിടുത്തെ ജനങ്ങളുടെ ഇന്നത്തെ പ്രശ്നവും നാളത്തെ ഓപ്പർച്യൂണിറ്റീസും രണ്ടും നോക്കി ഒരു നല്ലൊരു കോംപ്രിഹെൻസീവ് 5 കൊല്ലത്തിനൊരു പ്ലാൻ ഉണ്ടാക്കി ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ആരിങ്ങനെ ഒരു 5-year പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ചോദിക്കുന്നൊരു അവസരം ഇത് ചെയ്യാനാണ്. ഞാൻ അവിടെ പോയിട്ടൊരു ഡൽഹിയിലൊരു വീട്ടിലിരുന്ന് ഒരു സോഷ്യലൈസ് ചെയ്യാനോ ബുക്ക് എഴുതാനോ അതൊന്നല്ല അവസരം ചോദിക്കുന്നത്. ഇതാണ് കാര്യം. ആ ലിസ്റ്റിൽ ചെയ്ത വാഗ്ദാനം ഞാൻ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് ഒരു അവസരം ചോദിക്കുന്നത്. ഞാൻ എൻഗേജ് ചെയ്യുന്നത് ഒരു പുരോഗതി, വികസനം, ഒരു പുത്തൻ തിരുവനന്തപുരം, അതിൻ്റെ ഒരു ഐഡിയേനെ പറ്റിയാണ് ഞാൻ എൻഗേജ് ചെയ്യുന്നത്. സമസ്ത ലീഗ് ബന്ധത്തിലെ അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് സമസ്ത. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സമസ്ത നേതാക്കൾ പ്രസ്താവനയിൽ അറിയിച്ചു. സമീർ C. മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്താണ് സമസ്തയുടെ പ്രസ്താവനയുടെ ഉള്ളടക്കം? വേണു, സമീപ ദിവസങ്ങളിലായിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ സമസ്തയും തമ്മിൽ ഉണ്ട് എന്നുള്ള വിധത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇടയാക്കിയ സാഹചര്യം സംസ്ഥയുടെ മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുഖം നടത്തിയിട്ടുള്ള പരാമർശങ്ങളായിരുന്നു. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അതിനെതിരെ സംസ്ഥയുടെ യുവജന വിഭാഗമായിട്ടുള്ള SYSന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്താൽ ഉൾപ്പെടെ ഉള്ളവരും രംഗത്ത് വരികയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥ മുഷാവറ അംഗങ്ങൾ ഒരു യോഗം ചേരുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ സംസ്ഥയും കാലങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയിലേക്കോ അത്തരത്തിലുള്ള അനാവശ്യ നടപടികളിലേക്കോ ആരും തന്നെ പോകരുത്, അത്തരം പ്രസ്താവന നടത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥയുടെ നേതൃത്വം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുമായോ ഏതെങ്കിലും ഒരു മുന്നണിയുമായോ
നേതാക്കളുമായോ ഒരു വിധത്തിലുമുള്ള അടുപ്പമോ അകൽച്ചയോ ഇല്ല എന്നുള്ള കാര്യം കൂടി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥയുടെ ഉന്നത നേതാക്കൾ, അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, അതുപോലെ ട്രഷറർ പി ഉമർ മുസ്ലിയാർ കോയോട്, സംസ്ഥയുടെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറിയുള്ള MT അബ്ദുള്ള മുസ്ലിയാർ, ഈ 4 പേർ ചേർന്നിട്ടുള്ള ഒരു സംയുക്ത പ്രസ്താവനയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒരു വിധത്തിലുമുള്ള അനാവശ്യ പ്രസ്താവനകൾ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം സമസ്തയുടെ നേതാക്കൾക്കും അതുപോലെ തന്നെ പോഷക സംഘടനകളായിട്ടുള്ള SYS-നും SKSSF-നും നൽകിയിരിക്കുന്നു. വേണു. ശരി, സമീർ C. മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ 24 റൗണ്ടപ്പ് അവസാനിക്കുന്നു.